ഒരു കോംപ്ലക്സ് സർജറി ചെയ്യുന്നതിന് മുമ്പ് അതിന് സർജൻ മെൻ്റലി ആൻഡ് എക്യുപ്മെൻറ്റ് വൈസ് പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സർജറിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ സർജറിക്ക് മുമ്പ് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഹോംവർക്കിലെ സ്റ്റെപ്സ് നമ്മൾ മനസ്സിലൊന്ന് റിഹേഴ്സ് ചെയ്ത് നോക്കും. ഏത് ഓർഡറിലാണ് ആ സ്റ്റെപ്സ് നമ്മൾ പോകേണ്ടത്, ആ സർജറി സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ളത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് റിഹേഴ്സ് ചെയ്യും. നമ്മളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സിനോട് അത് ഡിസ്കസ് ചെയ്യും. ഇന്ന സ്റ്റെപ്പിൽ കൂടെയാണ് ഈ സർജറി നിർവഹിക്കാൻ പോകുന്നത്, ഇന്ന പ്രോബ്ലംസ് ഈ സർജറിയിൽ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കെയർഫുൾ ആയിട്ട് ഈ സർജറിയിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സർജൻസും മനുഷ്യരാണ്. അപ്പോൾ നമുക്ക് വളരെ ചെറിയൊരു കോൺസെൻട്രേഷൻ ലാബ്സ് വന്നാൽ പോലും നമ്മളുടെ ടീം മെമ്പേഴ്സ് വെൽ ഇൻഫോംഡ് ആണ് ഈ പറഞ്ഞ കോംപ്ലക്സ് പ്രൊസീജിയറിനെ കുറിച്ച് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർക്ക് നമ്മളെ റിമൈൻഡ് ചെയ്യാൻ പറ്റും. നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ കോൺസെൻട്രേഷൻ ലാബ്സ് പോലും അവർക്ക് കണ്ടെത്താനും നമ്മളെ കറക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടി അവിടെ കിട്ടും. അതൊരു സർജനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സർജിക്കൽ എറേഴ്സ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു കോംപ്ലക്സ് സർജറി ഫിനിഷ് ചെയ്യുക എന്നുള്ളത് ഒരു അത്യാവശ്യം ഒരു മെൻ്റൽ ടെൻഷൻ കൂടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ഹോംവർക്ക് നന്നായി ചെയ്യുകയാണെങ്കിൽ, അത് റിഹേഴ്സ് കൂടി ചെയ്യുകയാണ് ഓൺ ദ ഡേ ഓഫ് സർജറി, ഈവൻ ബിഫോർ സർജറി, ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ലീഡ് ടു എ വെരി സക്സസ്ഫുൾ സർജറി.